ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. സോറി, നേരത്തെ ഇട്ട വീഡിയോക്ക് സൗണ്ട് ഇല്ലാത്തത് ഇപ്പോഴാട്ടോ മനസ്സിലായത്. അപ്പൊ ആ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ പ്രകാശൻ കല്യാണത്തിന് വേണ്ടി റെഡിയാവാണ്. എല്ലാവരും ഭയങ്കര ആഘോഷമാണ്, കല്യാണത്തിന് എന്നുള്ള ആഘോഷത്തിലാണ്. രാജപ്പനോട് പറയണ്ടേ, നാളെ 11:30 ആകുമ്പോൾ ഞാൻ കോടീശ്വരനാവാൻ പോവാണ്. 2000 കോടിയുടെ ആസ്തിയാണ് എനിക്ക് വരാൻ പോണത്. രാജപ്പ, നിങ്ങൾക്ക് വല്ല പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ബാലണ്ണ എന്റെ ഇനി മുതൽ ഡ്രൈവർ നിങ്ങളായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ പ്രകാശിന്റെ വലിയ മനസ്സ് എന്നൊക്കെ അവർ പറയുന്നു കേട്ടോ. അങ്ങനെ കല്യാണത്തിന്റെ തലേദിവസത്തെ രാത്രി അടിച്ചു പൊളിച്ച് കുടിച്ചൊക്കെ ആഘോഷിക്കുകയാണ് പ്രകാശനും ഫ്രണ്ട്സും അമ്മുമ്മയും മൂങ്ങമ്മയും വിക്രം ഒക്കെ ഉണ്ട്. അതിനുശേഷം കാർത്തിക പറയുന്നുണ്ട്, എന്താണ് അച്ഛൻ, ഞാൻ നേരെ അമ്മയായിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് വരാം. അച്ഛൻ 11 മണിയാകുമ്പോഴേക്കും രജിസ്റ്റർ ഓഫീസിൽ എത്തണമെന്ന് പറയാണ്. അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ രാവിലെ തന്നെ പ്രകാശൻ എത്തുന്നുണ്ട്. അങ്ങനെ അണിഞ്ഞൊരുങ്ങി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ടാട്ടോ മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മുമ്മയും അതുപോലെ തന്നെ പ്രകാശനും കൂടി വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും വണ്ടിയിൽ ഇറങ്ങുന്ന പ്രകാശൻ എത്തിപ്പോവുകയാണ്. നേരെ മുമ്പിൽ നിൽക്കുന്നത് ലക്ഷ്മിയാണ്. ഇവളെന്താ ഇവിടെ നിൽക്കണതെന്ന് അറിയാണ്ട് പ്രകാശൻ വേഗം ഒളിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പ്രകാശിനെ അന്വേഷിച്ച് പോലീസുകാർ അവിടേക്ക് വരുവാണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറയുമ്പോഴേക്കും പ്രകാശൻ ചോദിക്കണം, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എന്താ കാര്യം, എന്താ കേസ് ചോദിക്കും. അതൊക്കെ അവൾ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് പ്രകാശനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിയ പ്രകാശൻ ഞെട്ടിപ്പോകുന്നുണ്ട്. അവിടെ പരാതിക്കാരിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ ലക്ഷ്മിയാണ്. ലക്ഷ്മിനെ കാണുന്ന പ്രകാശൻ ആകെ ഞെട്ടിപ്പോകുമ്പോഴേക്കും പോലീസുകാർ ചോദിക്കേണ്ടി, ഇനി എന്താ പരാതി എന്ന് അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജയിലിലേക്ക് പിടിച്ച് തള്ളു കേട്ടോ. ഓൾറെഡി ഒരു ബന്ധം നിലനിൽക്കെ തന്നെ നിങ്ങൾ ദീപ എന്ന് പറഞ്ഞ സ്ത്രീയെ കല്യാണം കഴിച്ചു, അതിന് പുറമെ വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നു, ഇതന്നെയാണ് നിങ്ങൾ ചെയ്ത തെറ്റെന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ ജയിലിലേക്ക് പിടിച്ചിടുവാണ്. അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്ത തെറ്റിന് ഞാൻ എണ്ണി നിങ്ങൾക്ക് പകരം ചോദിക്കും പ്രകാശേട്ടാ എന്ന് പറയാണ്. നിങ്ങൾ ഇനി മുതൽ ജയിലിൽ കിടക്കും, നിങ്ങൾ ഒരിക്കലും പുറത്തിറങ്ങില്ല, നിങ്ങളെക്കാളും ക്രിമിനലാണ് നിങ്ങളുടെ മകൻ, അവനിട്ടും പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയാണ്. അങ്ങനെ പ്രകാശൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണ്. പക്ഷെ വിക്രം അപ്പോഴും സത്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ മനസ്സിലാക്കുന്ന ഒരു സമയം വരുമായിരിക്കും. എന്നാലും പ്രൊമോയിൽ അത്രയും ഭാഗം കാണിച്ചുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.